ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ, എങ്കിലേ നമ്മൾ ഇനി ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 1ാം സ്റ്റാൻഡേർഡിലെ മലയാളത്തിൻ്റെ ആദ്യത്തെ പാഠഭാഗമാണ്. നോക്കാം. ഒന്നാമത്തെ പാഠം എന്താണ്? പറവകൾ പാറി. നോക്കൂ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ നമുക്ക് ഒത്തിരി പക്ഷികളെ കാണാൻ പറ്റുന്നുണ്ട് തന്നല്ലോ. പറവകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികൾ. ഏതൊക്കെ പക്ഷികളെ കാണാം? കാക്കയെ കാണാം, തത്തയെ കാണാം, പ്രാവ്, പൊന്മാൻ. അങ്ങനെ 4 പക്ഷികളെ ഇവിടെ നമുക്ക് കാണാം. പറവകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികൾ. പാറി, പാറി എന്ന് പറഞ്ഞാൽ പറന്നു. നോക്കൂ, പറവകൾ പക്ഷികൾ പറക്കുന്നവരാണെന്ന് നമുക്കറിയാം അല്ലേ? ഒട്ടുമിക്ക പക്ഷികളും പറക്കുന്നവയാണ്. നോക്കൂ, ഇവിടെ ഒരു പോയം തന്നിട്ടുണ്ട്. പട 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 പറവകൾ പാറി, തന 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 തനുതിന താന. പടപട പടപട പറവകൾ പാറി. എങ്ങനെ? പടപട സൗണ്ടോട് കൂടി പറവകൾ പറന്നു. തന 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 തനുതിന താന. ഓക്കെ, ഇത്രയാണ് ആ ഒരു ഇതിൽ തന്നിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ നമ്മൾ 3-4 വാക്കുകൾ പഠിക്കുന്നുണ്ട്. പറവകൾ, പാറി, പട, തന, തനു, തിന, താന. ഇത്രയും വാക്കുകൾ നമ്മൾ ഇതിൽ പഠിക്കുന്നവയാണ്. നമുക്ക് ഇപ്പുറം ഞാൻ ഒരു അക്ഷരമാല തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അക്ഷരങ്ങൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമാണ് തന്നിരിക്കുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് പഠിക്കണേ. അടുത്ത് നോക്കാം. എന്താണ് അതിൻ്റെ ബാക്കി? കലപില കലപില പറവകൾ പാടി. നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷികൾ പറന്നു പോലെ സൗണ്ട് ഉണ്ടാക്കി പോകുന്നത് കണ്ടിട്ടില്ലേ? എന്താണ്? കലപില കലപില പറവകൾ പാടി. എങ്ങനെയാണ് പാടുന്നത്? കലപില കലപില എന്നുള്ള സൗണ്ടോട് കൂടി. അടുത്ത് 2 വരി നമ്മളടുത്ത് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. തന 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 തനു തിന താന. ഈ 3 വരിയിൽ എന്താണ്? 3 ഡാഷിലും എഴുതാനുള്ളത് ഈ 3. തന 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 തന. അടുത്തതിൽ 2 തനു ഇവിടെ തന്നിട്ടുണ്ട്, തിന താന. അപ്പൊ അങ്ങനെ വായിക്കാം. കലപില കലപില പറവകൾ പാടി, തന 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 തനു തിന താന. നേരത്തെ അതേ ലൈൻ തന്നെയാണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് മയിലിന്റെ പടം കാണാം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പക്ഷികളുടെ പേരുകൾ, ഏതൊക്കെ പക്ഷികളുടെ പേരുകൾ അറിയാം? നമ്മൾ ഈ 2 പിക്ചറിലും കൂടി ഏതൊക്കെ? കാക്ക, തത്ത, പ്രാവ്, പൊന്മാൻ, പിന്നെ മയിൽ, മഞ്ഞക്കിളി, അങ്ങനെ 3-4 പക്ഷികളെ കണ്ടു. ഓക്കെ, ഇനി ഈ പക്ഷികളുടെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് തൂവലുകളുണ്ട് അല്ലെ? പറവകൾ തൂവലുകൾ. പക്ഷികൾക്കെല്ലാം എന്തുണ്ട്? തൂവലുകളുണ്ട്. ഇതൊക്കെ ഇവിടെ കുറെ പക്ഷികൾ തന്നിട്ടുണ്ട്. അതിന്റെ തൂവലുകൾ പൊഴിഞ്ഞത് ഉണ്ട്, യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഇവിടെ പ്രാവിന്റെ തൂവൽ, ഇതായത് അവര് ഡോട്ടിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതാണ്. ഇനി കാക്കയുടെ തൂവൽ ഏതാണ്? നമുക്കറിയാം, ഇത് അല്ലേ? അടുത്ത തത്ത. തത്തയുടെ തൂവൽ ഏതാണ്? പച്ച നിറത്തിലുള്ള തത്ത. കാക്കയുടെ നിറം എന്താണ്? കറുപ്പ്. പ്രാവ് വെള്ള. തൂവൽ കണ്ടല്ലോ. ഇനി അടുത്തിപ്പുറം വരുമ്പോഴത്തേക്ക് മയിലിന്റെ തൂവൽ ഇതായിരിക്കുന്നു, മയിലിന്റെ തൂവല്. പിന്നെ പൊന്മാൻ, ഇത് തൂവല്, ഇത് ഇതിന്റെ തൂവല്. കഴുകന്റെ തൂവല് ഇത്. ഓക്കെ, ക്ലിയർ ആയ? പക്ഷികൾക്കെല്ലാം തൂവലുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഓരോന്നിന്റെ തൂവലുകളായിട്ട് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പറവകൾ തൂവലുകൾ. അപ്പൊ നമ്മൾ ഇതിൽ പഠിക്കുന്ന 2 വാക്കുകൾ ഏത്? പറവകൾ, തൂവലുകൾ. അടുത്ത് പറവകൾ പാറി, പറവകൾ പാടി. പറവകൾ പാറി, പാറി എന്ന് പറഞ്ഞാൽ പറന്നു. പറവകൾ പാടി, പാട്ട് പാടി. കിളികൾക്കെല്ലാം സൗണ്ടുകളുണ്ട്. എല്ലാത്തിനും ചില കിളികൾക്ക് മധുരമായ സൗണ്ട് ഉണ്ട്. കുയിലൊക്കെ പാടുന്നത് നല്ല കൂന്നുള്ള സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമാണ് അല്ലേ? അടുത്ത് തനുതിന തനുതിന തൂവലുത.
കുറെ കുട്ടികൾ നിൽക്കുകയാണ് തൂവൽ പറക്കുന്നത്. തൂവൽ ശേഖരണം, നിങ്ങൾക്കത് ഉണ്ടാവും. തൂവലുകൾ, പക്ഷികളുടെ തൂവലുകളൊക്കെ ശേഖരിച്ച് ശേഖരണ ബുക്കിൽ ഒട്ടിക്കാനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ അതത്രയും? അടുത്ത് നോക്കൂ, ഓരോ മുഖംമൂടി ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ക്രാഫ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കണ്ട, ഓരോ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന്, മുട്ടത്തോടിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങളുടെ കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പഠിച്ച ആ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് അക്ഷരങ്ങളും വാക്കുകളുമാണ്. നമുക്ക് അക്ഷരങ്ങൾ പായിൽ നിന്ന് നമ്മൾ ഏതൊക്കെ പഠിച്ചു, ഊന്നൽ നൽകുന്ന അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ. പായിൽ വരുന്ന ഏതൊക്കെ? പട, പറവകൾ, പാറി, പാടി, കലപില. ഇത്രയും പായിൽ വരുന്ന അക്ഷരങ്ങളാണ്. അടുത്ത് ഡാ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? പട, പാടി, ഡായിലുള്ളത്. അടുത്ത് റായിൽ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? പറവകൾ, പാറി, നിറം. ഓക്കെ, റായിൽ വരുന്നത്. അടുത്ത് വായിൽ വരുന്നത് പറവകൾ, തൂവലുകൾ. അടുത്ത് കായിൽ വരുന്നത് പറവകൾ, കലപില. ഓക്കെ, അടുത്ത് ഇൽ ചേർന്ന് വരുന്നത് ഏതൊക്കെ? പറവകൾ, തൂവലുകൾ, പറവകൾ, തൂവലുകൾ. ഓക്കെ, അടുത്ത് താ വരുന്നത് തന, താന, തൂവലുകൾ, താ, തനുദിന. ഇതൊക്കെ താ ചേർന്ന് വരുന്ന വാക്കുകളാണ്. അടുത്ത് ലാ ചേർന്ന് വരുന്ന വാക്കുകൾ കലപില, തൂവലുകൾ, തൂവലു, ത. അടുത്ത് നാ ചേർന്ന് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? തന, താന, നിറ. നാ ചേർന്ന് വരുന്നത് തന, താന, നിറ. ഓക്കെ, അടുത്തതിൽ ചിഹ്നങ്ങൾ ചേർന്ന് വരുന്ന, ആ അടയാളം ചേർന്ന് വരുന്ന, പായില് ആ അടയാളം ചേർന്ന് വരുന്ന പാടി, പാറി, താന. ആ അടയാളം ചേർന്ന് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? പാടി, പാറി, താന. അടുത്ത് ഈ അടയാളം ചേർന്ന് വരുന്നത് ഏതൊക്കെയാണ്? പാടി, പാറി, കലപില, തനുതിന. ഈ അടയാളം കണ്ടോ, ഈ അടയാളം. അടുത്ത് ഊ അടയാളം ചേർന്ന് വരുന്നത് തനുതിന. അടുത്ത് ഊ അടയാളം ചേർന്ന് വരുന്നത് തൂവലുകൾ, തൂവലുത. ഓക്കെ, ക്ലിയർ ആയ അത്രയും? അപ്പൊ ഇതിൽ വരുന്ന, ഈ പാഠത്തിൽ വരുന്ന വാക്കുകളാണ്. ഓരോ അക്ഷരങ്ങളും തന്നിട്ടുണ്ട്, അത് ചേർന്ന് വരുന്ന വാക്കുകൾ. പിന്നെ എത്ര അടയാളങ്ങൾ? ആ അടയാളം, ഈ അടയാളം, ഊ അടയാളം, ഊ അടയാളം ചേർന്ന് വരുന്ന വാക്കുകൾ. ഇതൊക്കെ പഠിക്കണം കേട്ടോ. അടുത്ത ചിത്രം വരയ്ക്കുക. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയുടെ ചിത്രം വരയ്ക്കാനാണ്. ഇപ്പൊ ഞാനിവിടെ 2 എണ്ണത്തിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. തത്തയുടെയും തന്നിട്ടുണ്ട്, താറാവിന്റെയും തന്നിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷികളുടെ ചിത്രം ബുക്കിൽ വരയ്ക്കാം. അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പക്ഷികളുടെ പേരുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ കുറച്ച് പക്ഷികളുടെ പേരുകൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ശേഖരണ ബുക്കിൽ ഒട്ടിക്കാനായിട്ട് മിക്കവാറും ഉണ്ടാവും. പക്ഷികളുടെ പിക്ചർ ഒട്ടിച്ച് പേരെഴുതാനാണ്. കുറച്ച് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. പ്രാവ്, ഹമ്മിങ് ബേർഡ്, മരം കൊത്തി, കഴുകൻ, താറാവ്, തത്ത, അരയന്നം, മൂങ്ങ, പെൻഗ്വിൻ, കോഴി, കുയിൽ, മയിൽ, പിന്നെ അത് കാക്ക, ഒട്ടകപ്പക്ഷി, കാട, കുരുവി. ഇങ്ങനെ കുറെ നമുക്കറിയാന്നുള്ള ഒരുപാട് പക്ഷികളുടെ പേരറിയാം. ഇനിയും നമുക്കറിയായിരിക്കും. അറിയാന്നുള്ളതൊക്കെ എഴുതുക. കുറെ പക്ഷികളുടെ പേരും പടവുമാണ് തന്നിരിക്കുന്നത്, അത് നോക്കി വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പക്ഷികളെ നിരീക്ഷിച്ച് അതിന്റെ പ്രത്യേകതകൾ എഴുതാനാണ്. നമ്മൾ പക്ഷികളെ നിരീക്ഷിക്കുമ്പോഴത്തേക്ക് എന്ത് പ്രത്യേകതകളാണ് കാണുന്നത്? പക്ഷികൾക്ക് ചിറകുകളുണ്ട്, ഉണ്ടല്ലോ. പക്ഷികൾക്ക് ചിറകുകളുണ്ട്, പക്ഷികൾക്ക് ചുണ്ടുണ്ട്, പക്ഷെ അതിന് പല്ലുകൾ ഇല്ല. അവ മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങൾ പിറക്കുന്നത്. പക്ഷികൾ കൂടുതലും മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ചില പക്ഷികൾ പറക്കാറില്ല. ഏത്? പെൻഗ്വിൻ, ഒട്ടക പക്ഷി, അതുപോലെയുള്ളതൊന്നും പറക്കാറില്ല. ചില പക്ഷികൾ നല്ല ശബ്ദം ഉണ്ടാക്കും. ഏതാണ്? കുയിലിന് നല്ല ശബ്ദം ഉണ്ടാവും. ഇതൊക്കെ പക്ഷികളുടെ മാത്രം പ്രത്യേകതകളാണ്. ഓക്കെ, നമുക്കറിയാവുന്ന പക്ഷികളുടെ ശബ്ദം എഴുതാനാണ്. ഏത്? കാക്ക എങ്ങനെയാണ് കരയുന്നത്? കാക്ക എന്ന സൗണ്ടിലാണ് കരയുന്നത്, അറിയാലോ. കുയിലാണെങ്കിൽ എങ്ങനെയാണ്? കൂ കൂ എന്നുള്ള മധുരമായ ശബ്ദത്തിലാണ് കുയിൽ കരയുന്നത്. തത്തയാണെങ്കിലോ അതിനൊരു പ്രത്യേക ശബ്ദം ഉണ്ട്. അതുപോലെ തന്നെ അത് മനുഷ്യർ പറയുന്നത് അതുപോലെ അനുകരിക്കുകയും ചെയ്യും. മനുഷ്യർ പറയുന്നത് അതുപോലെ അനുകരിക്കും. മനുഷ്യനെ പോലെ
സംസാരിക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് തത്ത എന്ന് പറയുന്നത്. മൂങ്ങയുടെ സൗണ്ട് എങ്ങനെയാണ്? ഒരു ഗു 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 എന്നും പറഞ്ഞിട്ടൊരു സൗണ്ടാണ് മൂങ്ങയുടേത്. മയിലിൻ്റെത് ക്യാം ക്യാം എന്ന് ഉള്ള ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പക്ഷികളുടെ ശബ്ദങ്ങൾ എഴുതാനുണ്ടാവും, അത് എഴുതാൻ നോക്കുക. ഓക്കെ, അടുത്ത ഒരു കഥയാണ്, പക്ഷിയുമായി ബന്ധപ്പെട്ട് ഒരു കഥയാണ് തന്നിരിക്കുന്നത്. നോക്ക്, കുയിലും കുഞ്ഞിക്കിളിയും. ഒരു തണുത്ത പ്രഭാതത്തിൽ കാട്ടിൽ കുഞ്ഞിക്കിളി ഒറ്റയ്ക്ക് ഇരുന്നു. ആകർഷകമായ ഒരു ശബ്ദം കേട്ട് കുഞ്ഞിക്കിളി അമ്പരന്ന് പറഞ്ഞു. ആ ശബ്ദം ആരുടേതാണ്? മുകളിലേക്ക് നോക്കി കണ്ടത് ഒരു കുയിലിനെയാണ്. കുയിലിനാണല്ലോ നല്ല മധുരമായ സൗണ്ട് ഉള്ളതല്ലേ. കുയിൽ മധുരമായി പാടിക്കൊണ്ടിരുന്നു. കുഞ്ഞിക്കിളി പറഞ്ഞു, കുയിലേ ചേച്ചി, നീ എങ്ങനെ ഇങ്ങനെ പാടുന്നു? കുയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദിനം പ്രതി പ്രഭാതത്തിൽ പാടിയാൽ ശബ്ദം മധുരമായി മാറും. ദിനം പ്രതി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ നല്ലോണം പാടുകയാണെങ്കിൽ, സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ശബ്ദം നല്ല മധുരതരമായി മാറുമെന്ന് പറഞ്ഞു. നീയും ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. ആരടുത്ത്? കുയില് കുഞ്ഞിക്കിളിയുടെ അടുത്ത് പറഞ്ഞു. കുഞ്ഞിക്കിളി ആ ദിവസം മുതൽ ഓരോ രാവിലെയും ചെറിയ ശബ്ദത്തിൽ പാടാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ശബ്ദവും മധുരമായി മാറി. അപ്പൊ ഇതിൽ നിന്ന് എന്ത് പാഠമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ശ്രമിച്ചാൽ എല്ലാം കഴിയും. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. ഓക്കെ, അടുത്ത പക്ഷികളുമായി ബന്ധപ്പെട്ട കടങ്കഥകളാണ്. നോക്ക, അടിമുള്ള്, നടുകാട്, തലപ്പൂവ്. ഏത് പക്ഷിയാണ്? പൂവൻ കോഴി. പേര് പറഞ്ഞ് കരയുന്ന പക്ഷി ഏതാണ്? കാക്ക. മീനിനെ കണ്ടാൽ കൊത്തിയെടുക്കും, ഒറ്റക്കാലിൽ തവസരിക്കും. അതാരാണ്? കൊക്ക്. പച്ചച്ചിറകം വിടർത്തിപ്പാറും ചെഞ്ചുണ്ടുള്ളൊരു കുഞ്ഞിപ്പക്ഷി. അതാരാണ്? തത്ത. പീലി വിടർത്തി നൃത്തം ചെയ്യും പലവർണ്ണ പക്ഷി ഞാനാര്? ആരാണ് പീലി വിടർത്തി നൃത്തം ചെയ്യുന്നത്? മയിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഞാൻ ആക്ടിവിറ്റി ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.